നമസ്തേ, മെന്റർ പ്രേംലാലിലേക്ക് സ്വാഗതം. നിങ്ങളുടെ കഴിഞ്ഞ വീഡിയോയിലുള്ള കമൻറ്റുകൾ ഞാൻ വായിച്ചു. ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം നിങ്ങളുടെ സപ്പോർട്ടിലാണ്. നോക്കൂ, നമ്മൾ ഒരു എൻ്റർടൈൻമെൻറ്റ് ചാനലല്ല, നിങ്ങളെ സുഖിപ്പിക്കുന്ന പ്രോഗ്രാം അല്ല ഇവിടെ ഉള്ളത്. മറിച്ച് ലൈഫിനെ എങ്ങനെ, ജീവിതത്തെ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് പഠിക്കുന്ന ചാനലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കുറച്ച് ഡീപ്പായൊരു വിഷയത്തിലേക്ക് കടക്കുകയാണ്. കാരണം ആ കമൻറ്റിൽ ഒരാൾ എഴുതി വെച്ചു, ഞാൻ പല കാര്യങ്ങളും ചെയ്തു പക്ഷെ ശരിയാവണില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനൊരു എപ്പിസോഡ് ചെയ്യാമെന്ന് വെച്ചത്. നമുക്ക് ശരിയാക്കാത്തതല്ല പ്രശ്നം, നമുക്ക് ആഗ്രഹം ഉണ്ടാവും. ആഗ്രഹത്തെ നമ്മൾ ലക്ഷ്യമാക്കി സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ലക്ഷ്യം നല്ലതാണ്, ലക്ഷ്യം പോരട്ടെ. പക്ഷേ കളി മാറ്റുന്നത് സിസ്റ്റമാണ്. കൂട്ടുകാരെ, നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ഒരു ഗെറ്റപ്പ് തോന്നാൻ വലിയ ലക്ഷ്യങ്ങളൊന്നും വേണ്ട. സത്യം പറഞ്ഞാൽ നമുക്ക് വേണ്ടത് നല്ല അസലായി വർക്കാവുന്ന ഒരു സിസ്റ്റമാണ്. ജീവിതം ഇടയ്ക്കൊക്കെ ഹാങ്ങായി പോകും, അപ്പോൾ ഓഫ് ആവാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റം. നമ്മുടെയൊക്കെ ഒരു രീതി അറിയാമല്ലോ. ഒരു പുത്തൻ കലണ്ടർ കിട്ടുമ്പോഴോ അല്ലെങ്കിൽ പുത്തൻ ഡയറി കിട്ടുമ്പോഴോ ജനുവരി 1-ാം തീയതിയൊക്കെ വലിയ ആവേശമായിരിക്കും. ഡയറിയൊക്കെ എടുത്ത് പേനയൊക്കെ കടിച്ചു പിടിച്ച് വലിയ ലക്ഷ്യങ്ങളൊക്കെ എഴുതി കൂട്ടും. പക്ഷേ ഒരാഴ്ച കഴിയുമ്പോൾ ആ ഡയറി എവിടെ പോയെന്ന് പോലും നമുക്കറിയില്ല. പഴയപടി തന്നെ. നമ്മൾ തോറ്റുപോയത് കൊണ്ടല്ല ഇത് സംഭവിക്കുന്നത്, നമ്മൾ ട്രാക്കിൽ നമ്മളെ ലോക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം ഇല്ലാത്തത് കൊണ്ടാണ്. സത്യം പറയാലോ, ലക്ഷ്യങ്ങൾ കേൾക്കാൻ നല്ല സുഖമാണ്. പക്ഷേ നമ്മളാകെ ടയേർഡായിരിക്കുമ്പോൾ, നമ്മൾ ക്ഷീണിച്ചിരിക്കുമ്പോൾ ഈ ലക്ഷ്യങ്ങളൊന്നും വന്ന് നമ്മളെ സഹായിക്കില്ല. നമ്മുടെ ഫോൺ ഹാങ്ങായാൽ നമ്മൾ കുലുക്കി നോക്കുന്നത് പോലെ ജീവിതത്തെ കുലുക്കിയിട്ട് കാര്യമില്ല. അവിടെയാണ് സിസ്റ്റം പവർ കാണിക്കുന്നത്. ഒരു നല്ല സിസ്റ്റം ഉണ്ടെങ്കിൽ പിന്നെ ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് തലപോയിക്കണ്ട, അത് ഓട്ടോമാറ്റിക്കായിട്ട് നടന്നോളൂ. മോട്ടിവേഷൻ വരുന്നത് വരെ കാത്തിരിക്കേണ്ടി വരില്ല. നമ്മളിങ്ങനൊരു ഈ യൂട്യൂബ് വീഡിയോ കണ്ട് ഇത് കണ്ട് മോട്ടിവേഷന് വേണ്ടി കാത്തിരിക്കുകയാണ്. മോട്ടിവേഷൻ മണ്ണാങ്കട്ടയാന്ന് ഞാൻ നിരവധി തവണ പറഞ്ഞിട്ടുണ്ട്. സിസ്റ്റം ഉണ്ടെങ്കിൽ വണ്ടി അങ്ങ് ഓടിക്കോളും. അതാണ് സത്യം. ഒരു നല്ല സിസ്റ്റം നിങ്ങളുടെ ജീവിതം എളുപ്പമാക്കും. ഓരോ നിമിഷവും ചിന്തിക്കാതെ തന്നെ മുന്നോട്ട് പോകാൻ അത് നിങ്ങളെ സഹായിക്കും. പ്രവർത്തനത്തിലാണത് ഓടുന്നത്. ഈ സെഷൻ വെറും ആവേശത്തിന് വേണ്ടിയുള്ളതല്ല, നിങ്ങൾക്ക് അനുയോജ്യമായൊരു ജീവിതം എങ്ങനെ കെട്ടിപ്പടുക്കാം എന്ന് കാണിച്ചു തരാനാണ്. ഇതൊരു ലോങ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ 3 എപ്പിസോഡാക്കി തിരിച്ചിട്ടുണ്ട്. കുറച്ചായിട്ട് 3 ആഴ്ചകളിലായിട്ട് നമുക്കിത് ടെലികാസ്റ്റ് ചെയ്യാം. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ, ഒരു സിസ്റ്റം ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര സുഖമുള്ള പരിപാടിയല്ല. കാരണം അത് നിങ്ങളുടെ കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്യും. നമ്മുടെ യഥാർത്ഥ ശീലങ്ങൾ, യഥാർത്ഥ ഘടന, യഥാർത്ഥ മാറ്റം വീണ്ടും 0 തുടങ്ങാൻ നിങ്ങൾ മടുത്തുവെങ്കിൽ സിസ്റ്റം നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും. ജീവിതം സെറ്റാക്കാൻ പ്രവൃത്തികൾ സെറ്റാക്കുക. വെറുതെ ഒരു മൂലക്കിരുന്ന് സ്വപ്നം കണ്ടുകൊണ്ട് മാത്രം നടക്കില്ല സുഹൃത്തുക്കളെ. ഇപ്പോൾ എല്ലാവിധനും അത്ഭുത വിളക്കോ നല്ലല്ലോ ജീവിതം. നമ്മളെടുക്കുന്ന ഓരോ കുഞ്ഞു തീരുമാനങ്ങളിലുമാണ് നമ്മുടെ ഭാവി ഇരിക്കുന്നത്. വലിയ പ്ലാനുകൾക്ക് വേണ്ടി കാത്തിരുന്ന് സമയം കളയണ്ട. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, എനിക്ക് ശരിക്കും എങ്ങനെയുള്ള ഒരു ജീവിതമാണ് വേണ്ടത്? എന്നിട്ട് ഇന്ന് ചെയ്യുന്ന പരിപാടികൾ അതിനോട് ചേരുന്നുണ്ടോ എന്ന് നോക്കുക. പലരും പറയും, എനിക്ക് നല്ല ഹെൽത്തിയായ ഒരു ബോഡി വേണം. പക്ഷേ ഇന്ന് കയ്യിലിരിക്കുന്നത് വലിയൊരു പ്ലേറ്റ് ബിരിയാണിയും ഒരു കുപ്പി തണുത്ത കോളയുമായിരിക്കും. ഈ സൗകര്യങ്ങൾ നോക്കിയാൽ വളർച്ച ഉണ്ടാവില്ല. സമ്പന്നനാവണമെന്ന് പറയും, പക്ഷേ ദിവസം മുഴുവൻ റീൽസ് കണ്ട് സമയം കളയും. സമാധാനം വേണമെന്ന് പറയും, എന്നിട്ട് നാട്ടിലെ സകല ഗോസിപ്പും കുത്തിപ്പോക്കി മനസ്സ് നിറയ്ക്കും. വെറും പറച്ചിൽ കൊണ്ട് പുട്ടും കടലയും കിട്ടില്ല. നിങ്ങളത് ചെയ്ത് തന്നെ കാണിക്കണം. നമ്മൾ വെറുതെ സ്വപ്നം കാണുന്നവനും പ്രവർത്തിക്കുന്നവനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അത്ഭുതങ്ങൾ സംഭവിക്കാൻ കാത്തിരിക്കാതെ നിങ്ങളുടെ മൂല്യങ്ങൾക്കനുസരിച്ച് ഓരോ ഇഷ്ടികയായിട്ട് ജീവിതം കെട്ടിപ്പടുക്കുക. ഒന്നുകിൽ നിങ്ങൾ ഒരു ഭാവിയെ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഭൂതകാലത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഏതാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ല ചോയ്സ് ഈസ് യുവേഴ്സ്. തിരഞ്ഞെടുപ്പ് നമ്മുടേതാണ്. ഓരോ ദിവസവും നമുക്ക് പുറന്നു വീഴുന്നത് ഒരു പുതിയ തിരഞ്ഞെടുപ്പുള്ള അവസരവുമായിട്ടാണ്. പക്ഷെ നമ്മൾ എന്താ ചെയ്യുക? ഏറ്റവും ആദ്യമേ മൊബൈൽ എടുക്കും, എന്നിട്ട് അതിലെ മെസ്സേജുകളുടെ പുറകെ പോകും. അത് മറ്റാരോടെ തലച്ചോറിൽ വന്ന മെസ്സേജുകളാണ്, അവരുടെ സന്ദേശങ്ങളാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ തലയെ ഭരിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? മറ്റാരെയോ അനുവദിക്കുന്നു. ലക്ഷ്യം നല്ലതാണ്, പക്ഷേ അത് വെറും ആഗ്രഹമാണ്. സിസ്റ്റം എന്നാൽ തെളിവാണ്, ദ പ്രൂഫ്.
ലക്ഷ്യം എന്നത് ആ വർഷം മുഴുവൻ ആലോചിക്കാൻ വേണ്ടി മാത്രം എഴുതി വെക്കുന്ന ഒന്നാണ്. പക്ഷേ സിസ്റ്റം എന്നത് നിങ്ങൾ ഓരോ ദിവസവും ജീവിക്കുന്ന ഒന്നാണ്. എനിക്ക് മെലിയണം എന്നത് ഒരു ലക്ഷ്യമാണ്. എന്നാൽ പലപ്പോഴും അത് ആഗ്രഹം മാത്രമായിട്ട് പോകാറുണ്ട്. ഞാൻ എന്നും രാവിലെ മുടങ്ങാതെ നടക്കാൻ പോകും എന്നതൊരു സിസ്റ്റമാണ്. ഇതാണ് ലക്ഷ്യവും സിസ്റ്റവും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പം എനിക്ക് കാശുകാരനാവണം എന്നതൊരു ലക്ഷ്യമാണല്ലേ. എൻ്റെ കയ്യിലുള്ളതിൽ നിന്ന് 10 രൂപയെങ്കിലും ഞാൻ മാറ്റിവെക്കുമെന്നതാണ് സിസ്റ്റം. ഒരു സിസ്റ്റം ഉണ്ടാക്കുന്നവൻ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിരിക്കില്ല, അവർ അത് പ്രവർത്തിക്കും. വൻപൻ പ്രഖ്യാപനങ്ങളിലോ ആവേശത്തിലോ അല്ല കാര്യം, എന്നും ചെയ്യുന്ന പരിപാടിയിലാണ്, കൺസിസ്റ്റൻസിലാണ് കാര്യം. അതുകൊണ്ട് തന്നെയാണ് കൂട്ടുകാരെ, ടെക്നിക്കൽ പ്രാക്ടീസ് ചെയ്തു ഞാൻ ജയിച്ചില്ല എന്ന് പറയുമ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് സിസ്റ്റം ഉണ്ടോ, കൺസിസ്റ്റൻസി ഉണ്ടോ? അതുകൊണ്ട് സ്വപ്നം കാണുന്നത് തൽക്കാലം നിർത്തിയിട്ട് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കൂ. സമാധാനം വേണോ? എന്നാൽ രാവിലെ എഴുന്നേറ്റ പാടെ മൊബൈൽ ഫോൺ ഒന്ന് ദൂരേക്ക് വെക്കൂ. ശക്തി വേണോ? ജിമ്മിൽ പോവാതിരിക്കാൻ 100 കാരണങ്ങൾ കണ്ടെത്തുന്ന നിർത്തി ഒന്ന് ഇറങ്ങി നോക്കൂ. റെഡിയാവാൻ കാത്തിരിക്കാതെ അങ്ങ് തുടങ്ങുക. അമിതമായി ചിന്തിച്ച് തലപോക്കേണ്ട. ഓവർ തിങ്കിങ് ഒരു രോഗമാണ്, നന്നായി കൈകാര്യം ചെയ്യേണ്ട ഒരു രോഗം. നിങ്ങൾ അടുത്തതായി ചെയ്യേണ്ട ശരിയായ കാര്യം മാത്രം ചെയ്യുക. വണ്ടി സ്റ്റാർട്ടാക്കി ഗിയറിട്ടാൽ മതി, ബാക്കി തന്നെ നടന്നുകൊള്ളും. സോ forget about goals, let us go for system. നിങ്ങളുടെ പഴയ പാറ്റേൺ മാറ്റിപ്പിടിക്കാം. നമ്മൾ എന്നും ചെയ്യുന്നത് തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ ഫലവും പഴയത് തന്നെയായിരിക്കും. ഇടയ്ക്കൊക്കെ ഒന്ന് റീബൂട്ട് ചെയ്യണം. എല്ലാ ദിവസവും വലിയ ഉഷാറായിരിക്കില്ല, ചിലപ്പോൾ മടി തോന്നും. അപ്പോഴാണ് നമ്മൾ ഓർത്തോർത്ത് പറയേണ്ടത്, എനിക്കിത് വേണം, അതുകൊണ്ട് ഞാനിത് ചെയ്തേ പറ്റൂ. ഒരു സത്യം പറയട്ടെ, മിക്കവരും 2 ലോകത്താണ്. ഒന്ന് ഭാവനയിലെ ലോകം, അവിടെ അവർ സൂപ്പർമാനാണ്. പക്ഷേ 2 ശീലങ്ങളുടെ ലോകം. ശീലങ്ങളുടെ ലോകത്തിൽ വെറും സാധാരണക്കാരനും. ഈ 2 ലോകവും തമ്മിൽ ഒരു ബന്ധവുമില്ലെങ്കിൽ പിന്നെ നിരാശ വരാതെ എന്ത് ചെയ്യും? ചോദ്യം നിങ്ങളോടാണ്. നിങ്ങളുടെ ഭാവനയുടെ ലോകവും, അതായത് നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ ലോകവും നിങ്ങളുടെ പ്രവൃത്തിയുടെ ലോകവും തമ്മിൽ മാച്ച് ചെയ്യുന്നുണ്ടോ? ഈ ചോദ്യം ചോദിക്കുക. അല്ലാതെ എൻ്റെ കാര്യം നടന്നില്ല, ഞാൻ പലതും ചെയ്തു, കാര്യമില്ല. നമുക്ക് വേണ്ടത് വലിയ മോട്ടിവേഷൻ പ്രസംഗങ്ങളല്ല, മറിച്ച് തകർക്കാൻ പറ്റാത്ത ചില സിസ്റ്റങ്ങളാണ്. ഇനി നിങ്ങളുടെ എനർജിയെക്കുറിച്ച് ചിന്തിക്കുക, നിങ്ങളുടെ ഊർജ്ജത്തെക്കുറിച്ച് ചിന്തിക്കുക. ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് 2 കാര്യങ്ങൾ സ്വന്തമായിട്ടുണ്ട്. അതിപ്പോൾ എത്ര പ്രായത്തിലുള്ളതാണെങ്കിലും എന്ത് അവസ്ഥയിലാണെങ്കിലും 2 കാര്യങ്ങൾ നമ്മുടെ സ്വന്തമാണ്. ഒന്ന് സമയവും, 2 ഊർജ്ജവും. അതിൻ്റെ അളവ് വ്യത്യാസമായിരിക്കും. ഇപ്പോൾ ഒരുപാട് ഏജ്ഡായിട്ടുള്ള ആൾക്ക് ചിലപ്പോൾ കുറച്ച് സമയം ഉണ്ടാവുള്ളൂ. ഇനി ഒരുപാട് പ്രായം ഇല്ലാത്ത ആളും പെട്ടെന്ന് സമയം തീർന്നു പോകുന്നില്ലേ? പക്ഷേ ഒരു സാധനം ഉണ്ട്, കാരണം ഈ നിമിഷം നമ്മളിവിടെ ഉണ്ടല്ലോ. നമുക്ക് 2 കാര്യങ്ങളുണ്ട്. അതിൽ ഊർജ്ജത്തെ എടുത്തു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഊർജ്ജം നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് അത് ചെലവഴിക്കുന്നത്? അത് എങ്ങോട്ടേക്കാണ് പോകുന്നത്? നിങ്ങളുടെ ഊർജ്ജത്തിൻ്റെ ഭൂരിഭാഗവും ടെൻഷനിലേക്കും ഈ സ്ക്രോളിംഗ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ കമ്പാരിസണിലേക്കും ഒക്കെ തന്നെ, അല്ലെങ്കിൽ നിങ്ങളെ തളർത്തുന്ന ആളുകളിലേക്കും പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചു പിടിക്കണം. കാരണം ഊർജ്ജമില്ലാതെ ഏറ്റവും മികച്ച സിസ്റ്റം പോലും പ്രവർത്തിക്കില്ല. നിങ്ങളുടെ ശ്രദ്ധയെ സംരക്ഷിക്കുക, കാരണം അത് പ്രധാനമാണ്. നിങ്ങളുടെ ഊർജം, സമയം, ശീലങ്ങൾ എന്നിവയാണ് നിങ്ങളുടെ ആയുധങ്ങൾ. എന്തൊക്കെയാ? നമ്മുടെ എനർജി, നമ്മുടെ ടൈം, നമ്മുടെ ഹാബിറ്റ്സ്. ഇത് വിവേകത്തോടെ ഉപയോഗിക്കുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നോക്കുക, നിങ്ങളാണോ നിങ്ങളുടെ ദിവസത്തെ നിയന്ത്രിക്കുന്നത്, അതോ നിങ്ങളുടെ ചുറ്റുമുള്ള ലോകമാണോ നിങ്ങളെ നിയന്ത്രിക്കുന്നത്? എവിടെയാണ് നിങ്ങളുടെ ഊർജം പോകുന്നത്? സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരുടെ ജീവിതം കണ്ട് അസൂയപ്പെടാനാണോ, അതോ സ്വന്തം ജീവിതം കെട്ടിപ്പടുക്കാനാണോ? ഊർജമില്ലെങ്കിൽ സിസ്റ്റം വർക്കാവില്ല. നിങ്ങളുടെ സമയം, ശീലങ്ങൾ, ഇത് തുരുമ്പെടുക്കാൻ സമ്മതിക്കരുത്. എൻ്റെ അവസാന വാക്ക്, ഇത് നിങ്ങളുടെ കളിയാണ്. നിങ്ങൾ റിസൾട്ടിനെ കുറിച്ച് പേടിക്കണ്ട. ചെയ്യുന്ന രീതി ശരിയാക്കിയാൽ മതി. ആരും കാണാത്തപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നതാണ് നിങ്ങളുടെ യഥാർത്ഥ സിസ്റ്റം. അതിൽ നിങ്ങൾക്ക് അഭിമാനം തോന്നണമെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു ക്വാളിറ്റി ഉണ്ടാവണം. നിങ്ങൾക്ക് കൂടുതൽ സമയമല്ല വേണ്ടത്, ശരിയായ ഡിറക്ഷനാണ് വേണ്ടത്. പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളല്ല, ആവർത്തിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളെ മാറ്റുന്നത്. അതാണ് സിസ്റ്റം. ശ്രദ്ധിച്ചോണേ, പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളല്ല, നിങ്ങൾ ആവർത്തിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്
നിങ്ങളെ മാറ്റുന്നത്. ഒന്നുകിൽ നിങ്ങളുടെ സിസ്റ്റം നിങ്ങൾ തന്നെ ഡിസൈൻ ചെയ്യുക, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഡിസൈൻ ചെയ്ത സിസ്റ്റത്തിൽ പോയി കുടുങ്ങിക്കിടക്കുക. നിങ്ങൾക്ക് ഏതാണ് വേണ്ടത്? നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം എവിടെയോ, അത് ദൂരെയല്ല, അത് നിങ്ങളുടെ അടുത്ത പ്രവൃത്തിയിലുണ്ട്. അതുകൊണ്ട് ഓരോ നീക്കവും ആലോചിച്ച് ചെയ്യുക. മാറ്റത്തിനായി കൊതിക്കാതെ ഒരു മാറ്റമായി തന്നെ ജീവിക്കുക. നിങ്ങൾക്ക് പറ്റും, കാരണം യു ആർ ദ ക്രിയേറ്റർ. താങ്ക് യു സോ മച്ച് കൂട്ടുകാരെ. ഇതിൻ്റെ അടുത്ത ഭാഗം സിസ്റ്റത്തിൻ്റെ അടുത്ത ഭാഗം ഇതിലും പ്രധാനമുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്റ്റേ ട്യൂൺഡ് വിത്ത് മെൻറ്റർ പ്രേംലാൽ. നമ്മുടെ ഹാപ്പിനെസ് ക്ലബ്ബിൽ ജോയിൻ ചെയ്യാനുള്ള അവസരം നിങ്ങൾക്കുണ്ട്. നമ്മുടെ പ്രീമിയം ക്ലബ്ബിൽ ജോയിൻ ചെയ്യാനുള്ള അവസരം നിങ്ങൾക്കുണ്ട്. ടുഗദർ വി ക്യാൻ. ഒരുമിച്ച് നമുക്കൊരു സിസ്റ്റം സെറ്റ് ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാം. സക്സസ് ഈസ് യുവേഴ്സ്. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു ആൾ.